നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. CPM-നെ പരിഹസിച്ച് രമേശ് പിഷാരടി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണ പരിപാടികൾ തകൃതിയായി നടക്കുകയാണ്. രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെയൊപ്പം സിനിമക്കാരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ പ്രചരണ പരിപാടികൾക്കിടയിൽ CPM-നെ പരിഹാസം നടത്തിയിരിക്കുകയാണ് നടനും കോൺഗ്രസ് പ്രവർത്തകനുമായ രമേശ് പിഷാരടി. ഇവിടെ ഇങ്ങനെ ആളെ കൂട്ടിയിട്ട് കാര്യമുണ്ടോ? ഡൽഹിയിൽ 100 പേരെയെങ്കിലും കൂട്ടാൻ പറ്റണ്ടേ? ഡൽഹിയിൽ CPM-കാർ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും വണ്ടി കേടായാൽ തള്ളാൻ കോൺഗ്രസുകാർ വേണ്ടിവരുമെന്ന് പിഷാരടി പരിഹസിച്ചു. മാത്രമല്ല, KC വേണുഗോപാലിനെ കുറിച്ച് പിഷാരടി പറഞ്ഞ ഡയലോഗും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ്. കുറച്ചുകാലം KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മാറി നിന്നു. പുലിമുരുകലിലെ ഡയലോഗ് പോലെ KC വേണുഗോപാൽ പതുങ്ങിയത് പേടിച്ചിട്ടല്ല, കുതിച്ചു ചാടാൻ വേണ്ടിയാണ്. പോയ KC അല്ല തിരിച്ചു വന്നിരിക്കുന്നത്, ദേശീയ നേതാവായിട്ടാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതെന്നും പിഷാരടി പറയുകയുണ്ടായി. ആശാവർക്കർമാരും അങ്കണവാടി പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് പണിക്കൂലിയില്ല, പണക്കുറവുമില്ലെന്ന സ്ഥിതിയാണ് ഇപ്പോൾ, നടൻ പിഷാരടി വ്യക്തമാക്കി. അതുമാത്രമല്ല, വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ് രമേശ് പിഷാരടി. മികച്ച ഹാസ്യ നടനായ രമേശ് പിഷാരടിയുടെ ഉരുളക്കുപ്പേരി പോലുള്ള മറുപടികളെല്ലാം ആരാധകർക്കിടയിൽ വലിയ മതിപ്പുളവാക്കിയിട്ടുണ്ട്. വളരെ തന്മയത്വത്തോടെ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു നടനും കൂടിയാണ് പിഷാരടി.